നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഇന്റർ മയാമിയും മെക്സിക്കൻ ക്ലബ്ബായ അറ്റ്ലസും തമ്മിൽ ലീഗ്സ് കപ്പിൽ ഏറ്റുമുട്ടിയപ്പോൾ 2-1 ഇന്റർ മയാമി വിജയിച്ചു. കളിയിൽ ചില നാടകീയ രംഗങ്ങളുണ്ടായി. അറ്റ്ലസിൻ്റെ താരം ഒരു ഗോളടിച്ചപ്പോൾ മാറ്റിയസ് കൊക്കാഡോ ആഘോഷിച്ചത് ഇന്റർ മയാമി ആരാധകരുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ടാണ്. പിന്നെ കളിയുടെ അവസാന ഘട്ടത്തിൽ ഇന്റർ മയാമി ഗോളടിച്ച് സമനില പൊട്ടിച്ച് വിജയത്തിലേക്ക് പോയപ്പോൾ ലിയോ മെസ്സി അതേ കൊക്കാറോയുടെ മുഖത്ത് പോയി ആക്രോശിക്കുന്ന തരത്തിൽ സൗണ്ട് ഉണ്ടാക്കിയിട്ട് വിജയം ആഘോഷിച്ചു. സംഗതി പിന്നീട് എന്ത് സംഭവിച്ചു? ഗ്രൗണ്ടിൽ പിന്നെ വേറെ ഒന്നും തള്ളലൊക്കെ ഉണ്ടായി. അത് പക്ഷേ മാറ്റിയസ് കൊക്കാറുമായി ബന്ധപ്പെട്ടല്ല. പിന്നെന്ത് സംഭവിച്ചു? കൊക്കാറോ തന്നെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് ഒരു വീഡിയോയിൽ കൊക്കാറോയും ലിയോ മെസ്സിയും കൂടി കളി കഴിഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നതാണ്. പത്രസമ്മേളനത്തിൽ പത്രക്കാർക്ക് മുന്നിൽ കൊക്കാറോ മെസ്സി തനിക്ക് നൽകിയ ചിത്രം, ജേഴ്സി ഇങ്ങനെ പിടിക്കുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ പിന്നെന്ത് സംഭവിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് മാറ്റിയസ് കൊക്കാറോ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. ഞങ്ങൾ ഗോളടിച്ച് സമനില പിടിച്ചപ്പോൾ ഞാൻ എൻ്റെ സഹതാരങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. തീർച്ചയായിട്ടും ഞങ്ങൾ സെക്കൻഡ് ഗോളിന് വേണ്ടി പരിശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ആദ്യ ഗോളടിച്ച് ഞങ്ങൾ സമനില പിടിച്ച ഘട്ടത്തിൽ ഞാൻ ആ തരത്തിൽ സെലിബ്രേറ്റ് ചെയ്തു. ദെൻ ഇന്റർ മയാമി വീണ്ടും ഗോളടിച്ചു. മെസ്സി എൻ്റെ അടുത്ത് വന്ന് അങ്ങനെ എൻ്റെ മുഖത്തിന് നേരെ വന്നുകൊണ്ട് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു. ഫുൾ ഓഫ് ഇമോഷനായിരുന്നു മെസ്സി. ആൻഡ് ഞാനപ്പോൾ എന്താ ചെയ്യുക, എന്താ പറയുക? ഞാൻ മിണ്ടാതെന്നു. ഒന്നും ചെയ്യാനില്ലല്ലോ. അതിനർത്ഥം അദ്ദേഹം ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമാണ്. അദ്ദേഹത്തോട് പിന്നെ എനിക്കൊന്നും പറയാനില്ല, തിരിച്ചൊന്നും പറയാനും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചിരിക്കുകയാണെന്ന് പിന്നെ വീണ്ടും വിശദീകരിക്കുന്നു കൊക്കാറോ പറയുന്നു, ആഫ്റ്റർ ദി ഗെയിം മെസ്സി എൻ്റെ അടുത്തേക്ക് വന്നു, എന്നെ കെട്ടിപ്പിടിച്ചു, എന്നിട്ട് എന്നോട് അപ്പോളജൈസ് ചെയ്തു, മാപ്പ് പറഞ്ഞു. ഹി വാസ് റിയലി സോറി. അത് കൃത്യമായിട്ട് അദ്ദേഹം എന്താണ്, എന്ത് തരത്തിലുള്ള താരമാണ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്താണ് എന്ന് കാണിക്കുന്നതാണ്. മെസ്സിയെ പോലെ ഒരാൾ നിങ്ങളോട് വന്ന് സംസാരിക്കുമ്പോൾ നമ്മളത് കേൾക്കുക, അതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാനാണ്? എനിക്ക് അദ്ദേഹത്തോട് റെസ്പെക്റ്റ് അല്ലാതെ മറ്റൊന്നുമില്ല. ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമാണ് ലിയോ മെസ്സി എന്ന് മാറ്റിയസ് കൊക്കാഡോ എന്ന ഉറുഗ്വായി താരം പറയുന്നു. മെസ്സി അദ്ദേഹത്തിന് തൻ്റെ ജേഴ്സിയും സമ്മാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതാണ് ലിയോ മെസ്സി. കളിക്കളത്തിലുള്ളത് കളിക്കളത്തിൽ തന്നെ നിൽക്കും. അതിന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന പരിപാടിയില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.